വിച്ചൂടനും ദേവൂടനും ഒക്കെ ഇന്ന് ക്ലാസ്സില്ലാത്ത ദിവസമാണ്. ഇതൊരു അവധി ദിവസത്തെ വീഡിയോയാണ്. രാവിലെ നമ്മുടെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഗാർഡനിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. വീഡിയോ എടുക്കുകയെന്ന് മനസ്സിലായപ്പം ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ വിച്ചൂടൻ. ദേവൂടൻ നോ റിയാക്ഷൻ. മുന്നേ ഉള്ള വീഡിയോയിലൊക്കെ നമ്മൾ മെലസ്റ്റോമ ചെടി മുട്ടിട്ടതും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിൽ മുട്ട് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു വയലറ്റ് കളറല്ല, ഒരു പർപ്പിൾ ഷെയ്ഡ്. ഞാൻ സാധാരണ വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്ന ആ ഒരു കളറല്ല കേട്ടോ. ഇത് നാടൻ മെലസ്റ്റോമയാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട്. 5 പെറ്റൽസൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇനി നമുക്ക് കുറച്ച് ചെടിയൊക്കെ ഭയങ്കര ഇതായിട്ട് നിൽക്കുവാണേ. ഇത് നമ്മുടെ ഉള്ളിച്ചെടി കേട്ടോ. അത് വലുതായിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, 10 മണിച്ചെടിയൊന്നും ഇപ്പം ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ കാര്യം മറന്നു പോയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ഷീണം അതിനെല്ലാം ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് ഉണ്ടല്ലോ, ഒരു ഈർക്കിലി പോലെ ഇലയുള്ളതും കുറച്ച് വീതിയിൽ ഇലയുള്ളതും ഉണ്ടല്ലോ. രണ്ടും ഭയങ്കര മോശമായിട്ട് നിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാഞ്ഞിട്ടൊക്കെ എന്തോ പോലെ ആയി കേട്ടോ. അപ്പം ഞാൻ വേറൊരു ചട്ടിയിലേക്ക് കുറേ കമ്പുകളൊക്കെ ഇങ്ങനെ ഒടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ ഏത് ചെടിയാണെങ്കിലും ഭയങ്കരമായിട്ട് ഇതായിപ്പോവും കേട്ടോ. ഗാർഡൻ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ചെടിയൊക്കെ. അല്ലെങ്കിൽ അതിൻ്റെ ക്ഷീണം ചെടിക്ക് ശരിക്കും നമുക്ക് അറിയാനും പറ്റുമല്ലോ. ഇത് നമ്മുടെ ഹാങ്ങിങ് മെലസ്റ്റോമയാണ്. ഇതാ പറമ്പും മുറ്റത്തോട്ടൊക്കെ ആയിട്ടുണ്ട്, പറമ്പ് മുഴുവനും ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ ഈ പൂ നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ്, അതുകൊണ്ട് കളയാനും നമുക്ക് തോന്നില്ല. പിന്നെ ഒരുപാട് നമ്മൾ മുറ്റത്തോട്ടൊന്നും ആക്കത്തില്ല കേട്ടോ. ഈ ചെടി നമുക്ക് ഇതിൻ്റെ തൈ ഡയറക്റ്റ് വെക്കാം, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ കമ്പുകളൊക്കെ ഒടിച്ചിട്ടും നമുക്ക് വെക്കാമല്ലോ. ഇതിങ്ങനെ ചട്ടിയിലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. കുറേ മുട്ടുകളുണ്ട് കേട്ടോ. ഈ മുട്ടൊക്കെ കഴിഞ്ഞിട്ട്, പൂവ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ബാക്കി ഭാഗം ഇങ്ങനെ വരുമല്ലോ, അതിനകത്തല്ല അതിൻ്റെ വിത്തുകളൊക്കെ ഉള്ളത്. ഞാൻ പക്ഷേ ഇതുവരെ അതങ്ങനെ നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം 1-2 വിത്തൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അതിനുള്ളിൽ അതെങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് എടുത്തതാണ്. ഈ മണൽത്തരി പോലെ അത്രയും ചെറുതായിട്ട് കുഞ്ഞി ഈ മണലൊക്കെ വാരിയിടുന്ന പോലെ കുറേ വിത്തുകളുണ്ട്. അപ്പോൾ അത് തന്നെ അവിടെ പൂ കഴിഞ്ഞതിന് ശേഷം വീണായിരിക്കും ആ ഒരു ഏരിയ മൊത്തം അതുപോലെ ആയിട്ടുള്ളത്. ഇനിയാണ് കേട്ടോ വീഡിയോയുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇത് നമ്മളെപ്പോഴും കാണുന്നതാണ്, പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. നമ്മുടെ ആ മതിലിൻ്റെയൊക്കെ അവിടെ ആ ഒരു പറമ്പിൽ ആ ഒരു ഭാഗത്ത് നിറച്ചും ഈ കലേഡിയമാണ്. ഇതൊക്കെ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പം, ചട്ടിയിലാക്കിയത് വാങ്ങുമ്പം എത്ര രൂപയായിരിക്കും. ഇതിങ്ങനെ സുലഭമായിട്ട് ഈ ഒരു മതിലെന്നല്ല, ആ ഒരു പറമ്പ് ഫുള്ള് ഈ കലേഡിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെന്താ പറയുന്നത്, അവിടെ വേറെ ടൈപ്പ് ചെടികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ദേവൂട്ടനും കൂടെ ഇതെടുക്കുമ്പം ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പുറേ പറമ്പിലേക്കൊക്കെ പോകാൻ നേരത്ത് ദേവൂട്ടനെയും കൂടെ കൊണ്ടുപോയിട്ടോ. ഒരുപാട് വീഡിയോ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പറമ്പിലും കാട്ടിലും ഒക്കെ കുറേ ടൈപ്പിലുള്ള ചെടിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് ചുമ്മാ, എന്തായാലും കലേഡിയുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അതിൻ്റെ വെറൈറ്റി, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ചെടി കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ, ഇപ്പോൾ പുല്ലാണെങ്കിലും കളയാണെങ്കിലും നല്ല ഭംഗിയിൽ നമ്മൾ ചട്ടിയിലാക്കി കഴിഞ്ഞാൽ അത് നല്ല രസമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി നിൽപ്പുണ്ടേ. കുറേ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഭയങ്കര വലുതും പിന്നെ ബാക്കി ചെറുതുമൊക്കെ ആയിരുന്നു. കുറേയൊക്കെ അവിടെ മരമൊക്കെ പോയപ്പോഴത്തേന് കുറേ അഗ്ലോണിമയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ അടിയിലൊക്കെ കിടന്നിട്ട്. അപ്പോൾ ഈ ഒരു ചെറിയത് ഞാൻ ഇങ്ങോട്ട് എടുക്കാമെന്ന് വെച്ചേ. അതിൻ്റെ ഇലയ്ക്കൊക്കെ കുറച്ച് കീറലും കാര്യങ്ങളൊക്കെ ഉണ്ട്, മരമൊക്കെ മറിഞ്ഞ് വീണപ്പോഴത്തേനേ. പിന്നെ പുതിയ കിളിർപ്പൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റി എടുത്തു. അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ പറമ്പിലൊക്കെ എന്താ പറയുന്നത്, കാട്ട് ചേമ്പ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സാധനം നമ്മുടെ കലേഡിയത്തിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആണല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തേക്കാന്ന് വെച്ചു. ഇതിനെയൊക്കെ നമ്മൾ ചട്ടിയിലാക്കി വെക്കുമ്പം നല്ല ഭംഗിയായിരിക്കുമല്ലോ. അങ്ങനെ അതും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയും കലേഡിയത്തിൻ്റെതും. മറ്റ് കലേഡിയത്തിൻ്റെത് ഞാൻ അങ്ങനെ എടുത്തില്ല, അത് ഭയങ്കരമായിട്ട് സ്പ്രെഡാകും. നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. എന്നാലും ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ, ഒരുപാടല്ലേ ആ പറമ്പ് നിറച്ചു.
ഞാൻ അഗ്ലോണിമ ഈ ഒരു പോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കലേഡിയത്തിൻ്റെ കലേഡിയം ആ ബൈ കളർ എന്നല്ല പറയുന്നത്, അത് ഒരു ചട്ടിയിലാക്കിയിട്ടുണ്ട്.